ഈയിടെ വയനാടിൻ്റെ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ നടന്ന ഉരുൾപൊട്ടൽ, ദാരുണമായ ആ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നാം വിമുക്തരല്ല. ഈയിടെയായി മുമ്പും കുറേ ഉരുൾപൊട്ടലുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 19 വെള്ളപ്പൊക്കം, ഇങ്ങനെ കുറേ ദുരിതങ്ങൾ ഈയിടെ അടുത്തടുത്തായി പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഇത്തരം കാഴ്ചപ്പാടുകളിലുള്ള നിലവിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നിരന്തരം ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായും അതിനുവേണ്ടി കാര്യമായി തന്നെ ഒരു മുന്നൊരുക്കങ്ങൾ കേരളം നടത്തേണ്ടതുണ്ട്. അതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കേരള ജനത മുഴുവൻ തന്നെയും സന്നദ്ധ ഭടന്മാരാണ് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. അതുകൊണ്ടാണ് വെള്ളപ്പൊക്ക സമയത്തും ഉരുൾപൊട്ടൽ സമയത്തും ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കാര്യങ്ങളിലും ഒക്കെ ഇത്ര ചടുലമായി നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത് ഈ സന്നദ്ധ സേവകരുടെ സന്നദ്ധത കൊണ്ട് മാത്രമാണ്. എല്ലാ തൊഴിലും മാറ്റിവെച്ച് നിത്യകൂലി വേലക്കാരും ഡ്രൈവർമാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെയായ സാധാരണക്കാർ അവരവരുടെ വരുമാനം ത്യജിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുകയാണ്. അത് സ്വയം അർപ്പിതമാണ്, അല്ലാതെ ആരുടെയും പ്രേരണയാലല്ല. അങ്ങനെ സ്വയം അർപ്പിക്കുകയും കയ്യിലുള്ള പണം സ്വയം ചിലവഴിക്കുകയും പോരാത്തത് സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് പലരും സേവനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സേവനത്തെ നാം വേണ്ടും വിധം മാനിക്കുക തന്നെ വേണം, അവരെ ആദരിക്കുക തന്നെ വേണം. അതുപോലെ ആ മേഖലയിൽ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന തരത്തിലുള്ള സേവനങ്ങളാണ് അർപ്പിക്കുന്നത്. എല്ലാം എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല. അവിടെ പാറകൾ പൊട്ടിക്കാൻ കഴിവുള്ളവർ ആ ജോലി ചെയ്യുമ്പോൾ, മരം മുറിക്കാൻ കഴിവുള്ളവർ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അവരുടെ ആയുധവുമായാണ് എത്തിയിട്ടുള്ളത്. മണ്ണ് മാന്താൻ JCB ഉള്ളവർ നമുക്കറിയാം, മണിക്കൂറിന് 1000 വില വാങ്ങിയാണ് JCB വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ JCB 10-20 JCB അതിൻ്റെ ഓപ്പറേറ്റർമാരടക്കം സൗജന്യമായാണ് അതിൻ്റെ ഓണർമാർ വയനാട്ടിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10,000, 20,000, 30,000 ഒക്കെ വരുന്ന ആളുകൾ അവിടെ പല ഭാഗത്തു നിന്നും സന്നദ്ധ സേവകരായി എത്തുന്നു. സർക്കാർ തലത്തിലുള്ള സന്നദ്ധ സേനകൾ എത്തുന്നു. ഇവർക്കൊക്കെ ഭക്ഷണം നൽകിയും മറ്റും സേവന രംഗത്ത് സജീവമായി ഫുഡ് സപ്ലൈ നടത്തിയിരുന്ന സംഘം അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടേതായ ഫീൽഡിൽ അവിടെ സേവനം സമർപ്പിക്കുകയായിരുന്നു. അതിലിടക്ക് അരുതാത്തതെന്തോ ഒരു സംസാരം നമ്മുടെ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് ഉണ്ടായി എന്നത് ഖേദകരമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ല അത്തരം വാക്കുകൾ. നിങ്ങളുടെ ഭക്ഷണമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ അവഹേളനപരമായ ഒരു വാക്കാണത്. സത്യത്തിൽ ആ ഓഫീസർ സ്വയം ചിന്തിക്കേണ്ടത്, യൂണിഫോം ഇട്ട താൻ ഇവിടെ വന്നില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇവിടെ നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം താൻ ഇല്ലെങ്കിലും നടക്കും എന്ന കാര്യം അദ്ദേഹവും മനസ്സിലാക്കി വെക്കേണ്ടതായിരുന്നു. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതാനും കുറച്ച് പേരോ അല്ല ഇത്തരം രംഗത്ത് പ്രധാനം. അതുകൊണ്ട് ആരെയും വില കുറിച്ച് കാണരുത് എന്നതാണ് പ്രധാനമായിട്ട് മുകളിലുള്ളവരോടും താഴെയുള്ളവരോടും പറയാനുള്ളത്. ഓരോരുത്തർക്കും അവരുടേതായ മേഖലയുണ്ട് പ്രവർത്തിക്കാൻ. അവരവർ തന്നാലാവുന്ന അണ്ണാറക്കടലും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ അവരവരാൽ കഴിയുന്ന സേവനം ഓരോരുത്തരും രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അവരെ അപമതിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതകളെക്കുറിച്ച്
കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 2 പഠന റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ്. കേരളത്തിലെ 13% പ്രദേശങ്ങൾ ഉൾപ്പെട്ട സ്ഥലങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുവെന്ന് കൊച്ചി ഫിഷറീസ് സർവകലാശാല നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. അമേരിക്കയിലെ മിഷിഗൺ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയുടെയും സഹകരണത്തോടെയാണ് ഈ പഠനം നടത്തിയത്. 2018 പ്രളയത്തിനു ശേഷം പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.5% വർദ്ധിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1990 മുതൽ 2020 വരെയുണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് പഠനങ്ങളെ ആധാരമാക്കിയും കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടി സഹായത്തോടെയാണ് ഗവേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO നാഷണൽ റിപ്പോർട്ട് സെൻസർ സെൻറ്റർ തയ്യാറാക്കിയ അറ്റ്ലസ് ആണ് മറ്റൊന്ന്. ഇതനുസരിച്ച് കേരളത്തിൽ ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലയിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 30 ജില്ലകളിൽ 10 കേരളത്തിലാണെന്നും 1998, 2022 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ നടന്നത് ഉത്തരാഖണ്ഡ്, കേരളം, ജമ്മു കാശ്മീർ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണെന്നും അറ്റ്ലസ് വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ ഹൈറേഞ്ചുകളിൽ 600 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ 31% ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഈ ഗണത്തിൽ 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയുള്ള ചെരിവുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടതും സത്യത്തിൽ കൂടുതൽ ഭീതി പരത്തുന്നു. വനനശീകരണം, മണ്ണിടിക്കൽ, പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിതീവ്ര മഴ തുടങ്ങിയവയൊക്കെയാണ് ഉരുൾപൊട്ടലിന് വിദഗ്ധർ പറയുന്ന കാരണങ്ങൾ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. പശ്ചിമഘട്ടത്തിൽ നിന്നും അറബിക്കടലിനും ഇടയിലായി 44 നദികൾ, ഈ നദികളുടെ കൈവഴികളുമായി ഒരു വലിയ ജല സ്രോതസ് സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കുന്നുകളും മലകളും നിറഞ്ഞ സവിശേഷ പ്രകൃതിയും രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശവും കേരളത്തിൻ്റെ ജനസാന്ദ്രത മറ്റു സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചതുരശ്ര കിലോമീറ്റർ 850-നും 900-നും ഇടയിലാണ്. എന്നാൽ വനമേഖല, നദി, തടാകങ്ങൾ, റോഡുകൾ, റെയിൽപാത തുടങ്ങിയവ മാറ്റി നിർത്തി ജനവാസയോഗ്യമായ പ്രദേശങ്ങളെ മാത്രം പരിഗണിച്ചാൽ ചതുരശ്ര കിലോമീറ്ററിന് 2500ഓളം ജനങ്ങൾ വരും എന്നതാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത അവസ്ഥ. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥയിലുണ്ടായ ചെറിയ വ്യതിയാനങ്ങൾ പോലും അതിതീവ്ര മഴ, മേഘസ്ഫോടനങ്ങൾ തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുകയും കേരളത്തെ സാരമായി ബാധിക്കുകയും മനുഷ്യജീവൻ ഉൾപ്പെടെ അതിൻ്റെ നാശനഷ്ടങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൻതോതിലാവുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഉരുൾപൊട്ടലിനെതിരെ സംസ്ഥാനം അതീവ ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ കണക്കുകളെല്ലാം, ഈ പഠനങ്ങളെല്ലാം പോകുന്നത്. ഓരോ വർഷകാല വരവും ഭീതിയോടെ നേരിടേണ്ട അവസ്ഥയിലാണ് കേരളം ഉള്ളത്. അടുത്തിടെയായി വർഷാന്തമെന്നോണം ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. സംസ്ഥാനത്ത് ഋതുഭേദങ്ങളെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ നൽകുകയും അതിനനുസൃതമായി ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെയും ജീവജാലങ്ങളെയും ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെ ഭരണകൂടം മുന്നൊരുക്കം നടത്തുകയുമാണ് ദുരന്തത്തിൻ്റെ അളവ് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നാൽ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും പരാജയമായി മാറുന്നു എന്നതാണ് ഓഖി ദുരന്തവും മുണ്ടക്കൈ ഉരുൾപൊട്ടലും അടക്കം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കേരളത്തിൽ മഴയുടെ ഭീതിയിലും
തോതിലും സാരമായ മാറ്റങ്ങൾ സംഭവിച്ചു. സാഹചര്യങ്ങളിൽ നിരീക്ഷണങ്ങൾ രീതി വികസിപ്പിക്കുകയും ആ സാഹചര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ച രീതികൾ നിരീക്ഷിച്ച് അതിനനുസരിച്ച് കൂടുതൽ കാര്യക്ഷമമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ആ വഴിയിലേക്കുള്ള ചിന്ത ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിയിലെ മനുഷ്യ ഇടപെടലുകൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമാണ് ആദ്യമായി ചർച്ചകളിൽ വരാറുള്ളത്. അനിയന്ത്രിതമായ മനുഷ്യ ഇടപെടലുകൾ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു എന്നത് സംശയമുള്ള കാര്യമല്ല. എന്നാൽ തീരെ മനുഷ്യ ഇടപെടൽ ഇല്ലാത്ത പ്രദേശങ്ങളിലും സംഭവിക്കാറുണ്ട് ഇത്തരം ഉരുൾപൊട്ടൽ എന്ന വസ്തുത കൂടി നാം കാണേണ്ടതുണ്ട്. 2020 ആഗസ്റ്റിൽ സംഭവിച്ച 70 പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തം നടന്ന പ്രദേശം യാതൊരു മനുഷ്യ ഇടപെടലുകളും നടന്നിട്ടില്ലാത്ത ഇടമായിരുന്നു. ഇവിടെ ആദ്യമായി JCB കയറിയെത്തിയത് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരയാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പ്രകൃതിയിലെ മനുഷ്യ ഇടപെടലുകൾ നടക്കാത്ത മുൻകാലങ്ങളിലും കേരളത്തിലും രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് അഥവാ 1924 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ സംഭവിച്ചതാണ് കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം എന്ന് ചരിത്രം പറയുന്നു. 3 ആഴ്ചയോളം നീണ്ടുനിന്ന മഴയോട് അനുബന്ധമായി ഉണ്ടായ ഉരുൾപൊട്ടലിനെയും തുടർന്ന് കേരളത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുകയും ചെയ്തു. സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ ഉയരെയുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വരെ വെള്ളത്തിൽ മുങ്ങുമാർ അന്ന് വെള്ളപ്പൊക്കമുണ്ടായി. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി. റെയിൽവേ പാലങ്ങളിൽ വെള്ളം കയറി. ട്രെയിൻ സർവീസും മുടങ്ങി. അല്പം ഉയർന്ന പ്രദേശങ്ങളെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. മധ്യ കേരളത്തെയാണ് ആ പ്രളയം ഏറ്റവും കൂടുതലായി ബാധിച്ചത് എന്ന് ചരിത്രം പറയുന്നു. ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിൻ്റെ 75% അന്ന് വെള്ളത്തിനടിയിലായി എന്നതാണ് അന്നത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ രേഖകൾ പറയുന്നത്. അപ്പം മനുഷ്യൻ ഖനനം ചെയ്യുന്നതും മണ്ണ് എടുക്കുന്നതും അല്ലെങ്കിൽ കല്ല് വെട്ടുന്നതും മാത്രമല്ല, അതില്ലാത്ത കാലഘട്ടങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അതുമാത്രമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് നാം കൈ കഴുകുന്നത് ശരിയല്ല. അതേ സ്ഥാനത്ത് നമുക്ക് ഇന്ന് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്, പരിസ്ഥിതി പരിശോധനാ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നോക്കി ഒരു സംഭവം നടക്കാവുന്നതിന് മുമ്പ് അതേക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി മുന്നറിയിപ്പ് നൽകാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ നാം വികസിപ്പിച്ചെടുക്കുകയും അതുപോലെ തന്നെ സന്നദ്ധ സംഘം ഒരു സ്ഥിരമായി ഏകോപിത രൂപത്തിലേക്ക് തയ്യാറാക്കി വെക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മുടെ പല സർക്കാർ തലത്തിൽ തന്നെയുള്ള പല സന്നദ്ധ സംഘടനകളും പലതരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനൊരു ഏക സ്വഭാവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ വേഗത്തിൽ എത്തിക്കാൻ കഴിയും എന്നതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതൊരു ഏകോപന സമീപനം ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും തയ്യാറാക്കി വെക്കേണ്ടുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സേവകരായി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നവർക്ക്, തയ്യാറായി വരുന്നവർക്ക് അവർക്ക് അതിനു വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനല്ലാതെ അവരെ നിരുത്സാഹപ്പെടുത്തുക എന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. വേണമെങ്കിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി മാറി ചിന്തിക്കണം എന്നതാണ് ഈ ദുരന്ത മുഖം കാണുമ്പോൾ നമുക്കൊക്കെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വെറും പ്രകൃതിയെ കുറ്റം പറയാതെ, പ്രകൃതി ചൂഷണത്തെ മാത്രം കുറ്റം പറയാതെ, പ്രകൃതി ചൂഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. പ്രകൃതി ചൂഷണം എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ പ്രകൃതി സ്നേഹികൾക്കും ചൂഷണമില്ലാതെ കഴിയാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. ഈ പ്രകൃതി ചൂഷണത്തിനെതിരെ സംസാരിക്കുന്നവരാരും ഓലഷെട്ടിലല്ല താമസിക്കുന്നത്. അവരുമൊക്കെ കല്ല് കെട്ടിമേഞ്ഞ ഭിത്തിയുള്ള അല്ലെങ്കിൽ ഓടിട്ട വീടുകളിലാണ് താമസിക്കുന്നത്. ഈ കല്ലുകളൊക്കെ പ്രകൃതി ചൂഷണം ചെയ്തുണ്ടാക്കിയത് തന്നെയാണ്.
വീടിന് മേയുന്ന ഓടും പ്രകൃതി ചൂഷണം ചെയ്ത് കളിമൺ ഖനനം ചെയ്തുണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഏത് പ്രകൃതി സ്നേഹിക്കും പ്രകൃതിയെ ചെറിയ തോതിലെങ്കിലും ചൂഷണം ചെയ്യേണ്ടി വരും എന്നതൊരു വസ്തുതയാണ്. അതിനാൽ തന്നെ പ്രകൃതി ചൂഷണത്തിൻ്റെ അളവുകൾ നിജപ്പെടുത്തുകയും പരിമിതപ്പെടുത്തുകയും ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളുടെ പഠനം വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളും ഉണ്ടാവേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് അനിവാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരം കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.